our channel Explore with Sherry. How are you doing everyone? എല്ലാവർക്കും സുഖാണോ? സ്കൂളൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും ബോറടിച്ച് വീട്ടിലിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണണേ, എന്നിട്ട് അതെല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടും നമ്മൾ ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. പുറത്തൊന്നും പോവണ്ട. നമ്മുടെ കൊറോണയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് പുറത്തൊക്കെ പോവാം. അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ പോയിട്ട് കാണുക. അതിൻ്റെ ലിങ്ക്സൊക്കെ നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് എല്ലാം ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് നോക്കിയാലോ. ഇന്ന് ഞാനൊരു മോണ്ടിസറി ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും മോണ്ടിസറി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ മോണ്ടിസറി ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ആവും. പിന്നെ നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇമ്പ്രൂവ് ആവും. നമുക്ക് നല്ല പേഷ്യൻസ് ഉണ്ടാവും അല്ലേ. എല്ലാവർക്കും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ അതെന്താ ശരിയാവാത്തതെന്നൊക്കെ തോന്നും അല്ലേ. അപ്പോൾ അതൊന്നുമില്ലാതെ ഇതൊക്കെ നല്ല പേഷ്യൻസ് ഒക്കെ നമുക്ക് വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോണ്ടിസറി ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സിമ്പിൾ ആക്ടിവിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനുള്ള പറ്റുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ മോണ്ടിസറി ആക്ടിവിറ്റീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മോണ്ടിസറി ആക്ടിവിറ്റിയുടെ പേരാണ് സിമ്പിൾ പോറിങ് ആൻഡ് പോറിങ് വിത്ത് ഫെനൽ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 2 മെത്തേഡ് ഓഫ് പോറിങ് ആണ് നമ്മളിതിൽ നോക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയാലോ എന്തൊക്കെ നമുക്ക് സാധനങ്ങൾ വേണമെന്ന്. നമുക്ക് ആദ്യം തന്നെ 2 കപ്സ് വേണം, ഏതെങ്കിലും 2 കപ്സ്. ഓക്കെ, ഇതിൽ ഞാൻ ഒരു കപ്പിൽ ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നോർമൽ വാട്ടറാണ്, പക്ഷെ ഞാൻ ഇച്ചിരി കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് ഇതിൽ കളർ ആഡ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു ട്രേ വേണം. പിന്നെ നമുക്ക് ഫെനൽ, ഇതാണ് നമ്മളുടെ ഫെനൽ, കണ്ടിട്ടില്ലേ എല്ലാവരും? ഇത് ഫെനൽ. പിന്നെ നമുക്കൊരു ടിഷ്യോ ഒരു സ്പോഞ്ചോ എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആക്ടിവിറ്റി. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ വെള്ളമില്ല കപ്പില്ലേ, ആ കപ്പ് നമ്മൾ ഈ കൈ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഹോൾഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഇവിടെ ഇതിന് സപ്പോർട്ട് കൊടുക്കണം. അതെന്തിനാ? ഇത് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ സപ്പോർട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ മെല്ലെ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഒഴിക്കണം. പോറിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മറ്റൊരു ഗ്ലാസ്സിൽ നിന്ന് വേറൊരു ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുക. അതിനാണ് നമ്മൾ പോറിങ് എന്ന് പറയുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഈ റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ വാട്ടർ പോർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യാൻ നമ്മൾ സെയിം രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മളിത് പോർ ചെയ്യും. ഓക്കെ, നിങ്ങൾ പോർ ചെയ്യുമ്പോൾ താഴെ പോവാതിരിക്കാൻ ട്രൈ ചെയ്യണേ. ഓക്കെ, കണ്ടോ? ഇതുപോലെ സ്ലോലി ഇങ്ങനെ പോർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തതുകൊണ്ടുള്ള യൂസ്ഫുള്ള്? നിങ്ങളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ജ്യൂസ് അല്ലെങ്കിൽ ചായ ഒക്കെ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ അച്ഛനോടും അമ്മനോടും പറയണം ഞാൻ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ മെല്ലെ പിടിച്ചിട്ട് വേറൊരു കപ്പിലോട്ടോ ഗ്ലാസ്സിലോട്ടോ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വെള്ളമൊക്കെ ഡ്രോപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും ക്ലീൻ ആക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതെന്ത് ചെയ്യണം? ടൈഡി അപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ സിമ്പിൾ പോറിങ് കണ്ടു. ഇനി നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോറിങ് വിത്ത് ഫെനലാണ്. അതായത് ഇതാണ് ഫെനൽ. ഇത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നാരോ ഓപ്പണിങ്ങുള്ള നമ്മൾ ബോട്ടിലോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം പുറത്തു പോവാതെ നമ്മൾ പോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെനൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെയിം കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഫെനൽ ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പോർ ചെയ്ത പോലെ ഈ കപ്പിനെ ഇങ്ങനെ നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ട് കണ്ടോ സ്ലോലി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്താവും? ചെറിയ നാരോ ഓപ്പണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
നമ്മുടെ വെള്ളം, എണ്ണ, ജ്യൂസ് ഒന്നും പുറത്തു പോവില്ല. കണ്ടില്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. ഓക്കെ, എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പം നിങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ടോയ്സൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ടൈഡിയപ്പ് ചെയ്യണ്ടേ? അപ്പം നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണോ എടുത്തത് അതൊക്കെ തിരിച്ച് റീപ്ലേസ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും നമ്മുടെ ആക്ടിവിറ്റി ഇഷ്ടമായോ? ഇന്നത്തേത് നമ്മൾ മോണ്ടിസോറി ആക്ടിവിറ്റി ആണല്ലേ ചെയ്തത്. ഈ മോണ്ടിസോറി ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ അത് കാരണം സിമ്പിളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നല്ല മസിൽസിനൊക്കെ നല്ല സ്ട്രോങ് ആവാൻ ഇങ്ങനത്തെ കുഞ്ഞു ആക്ടിവിറ്റീസ് യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.